നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സൗണ്ട് കേൾക്കുന്നുണ്ടാ? ഇലക്ഷൻ്റെ പ്രചരണമാണ്. സാധാരണ വണ്ടികൾ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ അങ്ങ് പോകാറുണ്ട്. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മുടെ മുമ്പിൽ തന്നെ ഇട്ട് എന്തോ രാഷ്ട്രീയ വിരോധം വെച്ചൊക്കെ പെരുമാറുന്ന പോലെ കണ്ടു. നടക്കട്ടെ, കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ. ഇത് കഴിഞ്ഞാലും നാളെ വീണ്ടും കാണേണ്ടവരാണെന്നുള്ളൊരു ബോധം പ്രചരണമൊക്കെ നടത്തുന്നവർക്കൊക്കെ ഉണ്ടായ നല്ലത്. അവളൊക്കെ ഈ നാട്ടിൽ തന്നെ ഉള്ളവരാണ്. ഗംഭീർ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. വളരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ടെസ്റ്റ് പരമ്പര സൗത്ത് ആഫ്രിക്കയോട് 2-0 തോറ്റതിന് പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ ഏകദിന പരമ്പര 2-1 വിജയിച്ചതിന് ശേഷം അദ്ദേഹം ശക്തമായ പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെയുള്ള വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ്. കോച്ചിനെ മാറ്റണമെന്നോ സ്പ്ലിറ്റ് കോച്ചിങ് നടത്തണമെന്നോ ഒക്കെ പറയുന്നവർക്കെതിരെ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഡൊമൈനിൽ നിൽക്കുക, ഞാൻ എൻ്റെ ഡൊമൈനിൽ നിൽക്കാം, അല്ലാതെ എൻ്റെ ഡൊമൈനിൽ കയറാൻ നിങ്ങൾക്കൊരു അവകാശവും ഇല്ല, നിങ്ങളുടെ ഡൊമൈനിലേക്ക് ഞാനും കയറുന്നില്ല. ചുരുക്കി പറയാം, നിങ്ങളുടെ പണി എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഏതായാലും ഗംഭീറിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഗംഭീരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കുറേ ആളുകളുണ്ട്, അവർക്ക് ക്രിക്കറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരാണ്, ഹു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ക്രിക്കറ്റ്. പക്ഷെ അവർ കുറേ കാര്യങ്ങൾ പറയുന്നു. ഒരു IPL ഓണർ ഉണ്ട്, അയാൾ വരെ എഴുതി സ്പ്ലിറ്റ് കോച്ചിങ്ങിനെ കുറിച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ അവരവരുടെ ഇടത്ത് നിൽക്കുക, അവരവരുടെ ഡൊമൈനിൽ നിൽക്കുക, അവനവൻ്റെ സ്ഥാനത്ത് നിൽക്കുക. കാരണം ഇപ്പം നമ്മൾ മറ്റാരുടെയും ഡൊമൈനിലേക്ക് കടക്കുന്നില്ലെങ്കിൽ, അവരുടെ ഭാഗത്തേക്ക് പോകുന്നില്ലെങ്കിൽ, അവരും നമ്മുടെ ഇടത്തേക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല. then they also don't have the right to come into our domain എന്നാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ പറയുന്നത്. എന്നാൽ വിമർശനങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിപ്പോൾ സ്വാഭാവികമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പ്രകടനം പരിതാപകരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരെ വിമർശനങ്ങൾ വരും. ഇപ്പോൾ സ്പ്ലിറ്റ് കോച്ചിങ്ങിനെ കുറിച്ചൊക്കെ പറയും, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കോച്ചിനെ മാറ്റാനും പോകുന്നില്ല. T20 വേൾഡ് കപ്പ് ഇവിടെ തൊട്ടരികെ നിൽക്കുമ്പോൾ കോച്ചിനെ മാറ്റി കളിക്കാനൊന്നും BCCI തയ്യാറാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.